ഹലോ, അലന്യ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കി. പിന്നെ ചായക്ക് പുട്ടാണ്. അപ്പോൾ പുട്ടുണ്ടാക്കുകയാണ്. ഒരു കുറ്റി വെച്ചു, പിന്നെ അടുത്ത കുറ്റിക്കുള്ളതും കൂടി ഉണ്ട്, അത് കൂടി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പുട്ടുപൊടിയായിട്ടല്ല ഉണ്ടാക്കുന്നത്, പുട്ടുപൊടി ഇല്ല. അപ്പോൾ നമ്മളിവിടെ ദോശയ്ക്കും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി, പച്ചരി കൊണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി കൊണ്ട് ഉണ്ടാക്കിയ ഉണക്കി പൊടിച്ച് വെച്ച അരിപ്പൊടിയാണ്. അതായിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. ഞങ്ങൾ കടയിൽ നിന്ന് പുട്ടുപൊടി അങ്ങനെ വാങ്ങിയിട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാനിന്ന് അരിപ്പൊടി എടുത്തിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അരിപ്പൊടി ഏറ്റവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പുട്ടുപൊടിയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വറ്റിപ്പോവും. അതിങ്ങനെ പെരുകണ പൊടിയാണല്ലോ, അത് ഇതായി പോവും. പക്ഷേ ഈ അരിപ്പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ദോശ ഉണ്ടാക്കാനേ പറ്റുള്ളൂ, അങ്ങനെ ഇതായി പോവില്ല. അപ്പോൾ ഞാനത് നന്നായിട്ട് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് അതിങ്ങനെ പൊടിച്ചെടുക്കണം. നമ്മൾ കൈയേറ്റും ഇങ്ങനെ നന്നായിട്ട് ഇതാക്കിയിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കുറ്റിയും കൂടി ഇട്ടു. അപ്പോൾ അത് തികയില്ല. ഏട്ടൻ ചായ കുടിക്കാൻ വീട്ടിലേക്ക് വരികയാണ് ആദ്യമൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ചായ കുടിക്കാൻ കയറുമ്പോൾ അധികം സമയം ഉണ്ടാവില്ല, ഞാൻ അവിടെ തന്നെ ഇന്ന് കുടിച്ചോളാൻ പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. ചായൻ്റെ കടി കൊണ്ടുപോവുകയാണ്. ചോറിന് പിന്നെ ഇങ്ങോട്ട് തന്നെ വരും, വീട്ടിലേക്ക് വരും. അപ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഞാൻ 2 കുറ്റി വെച്ചു. അത് തികയില്ല, ഏട്ടനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കുറച്ചുകൂടി പൊടി എടുത്തിട്ട് ഒന്നും കൂടി നനയ്ക്കാണ്ട്. അപ്പോൾ അത് അരിപ്പൊടിയേറ്റും ഉണ്ടാക്കുമ്പോൾ നമ്മളതിങ്ങനെ കുഴയ്ക്കുമ്പോൾ അതിങ്ങനെ ഒരു കട്ടായിട്ട് ഇങ്ങനെ വരും. കട്ടായിട്ട് വരുമ്പോൾ അതൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കണം. അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഇതായി പോവും. പിന്നെ നമുക്കത് ദോശ ഉണ്ടാക്കാൻ അങ്ങനത്തെ പരിപാടി. എനിക്ക് നല്ല മുടിയൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. ഇതൊക്കെ കീമോ ചെയ്തപ്പോൾ പോയതാണ് എൻ്റെ മുടി. ഇപ്പം എത്ര മുടിയുള്ളൂ. ഞാൻ നന്നായി നോക്കുന്നുണ്ട്, രണ്ടാമത് മുടി വരും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എനിക്കും തോന്നി. പിന്നെ കുറച്ച് നീളം വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റേതായ ഇതിൽ നാടൻ സാധനങ്ങൾ മാത്രമേ എനിക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റൂ. ഷാമ്പൂ ഒന്നും പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ പൂവ്, പിന്നെ ചെമ്പരത്തിപ്പൂവ്, പിന്നെ ഇവിടെ കറ്റാർവാഴ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ കറ്റാർവാഴ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ തലയിൽ താഴെയൊക്കെ തേക്കുക. പിന്നെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ, കുറുന്തോട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ വീട്ടിൽ പോയാലും കിട്ടും. ഇവിടെ അങ്ങനെ ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാൻ രണ്ടാമതും അരിപ്പൊടി എടുത്തിട്ട് ഒന്നും കൂടി നനയ്ക്കാൻ. അപ്പോൾ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആദ്യം ഒന്ന് കൈയേറ്റും നന്നായിട്ട് തിരുമ്മി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് പോരാ തോന്നിയപ്പോൾ കുറച്ചുകൂടി ഉപ്പ് വെള്ളമാണത്. അപ്പോൾ ഉപ്പ് ഇട്ട വെള്ളമാണ്. ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ആ പാത്രത്തിലിങ്ങനെ കറക്കി കഴിഞ്ഞാൽ കൈയായിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കട്ടൊക്കെ അങ്ങനെ മുകളിലേക്ക് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതിന് ആ കട്ടകളൊക്കെ എടുത്തിട്ട് സെപ്പറേറ്റ് ആ കട്ടകൾ എടുത്തിട്ട് ഇങ്ങനെ കൈയേറ്റും ഉടച്ചു കൊടുത്തിട്ട് അതിങ്ങോട്ട് ഇതാക്കി എടുക്കുക. നല്ല രസമാണ് ഈ അരിപ്പൊടിയേറ്റും പുട്ടുണ്ടാക്കി തിന്നാൻ. ഇങ്ങനത്തെ അരിയേറ്റും പിന്നെ മട്ടരി കിട്ടിയിട്ടുണ്ടെങ്കിൽ മട്ടരിയേറ്റും പുട്ടുണ്ടാക്കുക. അത് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്കിപ്പോൾ മട്ടരി അങ്ങനെ കിട്ടലില്ല. പച്ചരിയും പിന്നെ വെക്കണ അരിയാണ് വാങ്ങാറ്. അതന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെക്കണ അരി കൂടുതലും വാങ്ങും, കുറച്ച് പച്ചരിയും വാങ്ങും. ആ പച്ചരി 2 പ്രാവശ്യം വാങ്ങിയാൽ ഓരോ മാസത്തെ 2 പ്രാവശ്യത്തെ അങ്ങനെയായിട്ടുള്ള പച്ചരിയാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിരുന്നത്. അപ്പം ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ തുമ്പി നീറ്റ് വന്നിട്ട് രാവിലെ തന്നെ ബിസ്ക്കറ്റ് വേണം പറഞ്ഞിട്ട് വാശി പിടിച്ച് കരയും. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് തരില്ല, പോയി വല്ലേക്ക് എന്നിട്ട് പുട്ട് തിന്നാണോ വേണ്ടാക്കി ബിസ്ക്കറ്റ് വേണം പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ ഞങ്ങൾ ബിസ്ക്കറ്റ് തരില്ല. കുറേ അങ്ങനെ വാശി പിടിച്ചിട്ട് തിന്നാൻ കഴിഞ്ഞിട്ട് പിന്നെ പല്ലേക്കാൻ വേണ്ടിയിട്ട് ആൾ പോയി. അങ്ങനെ ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ശീലവും. പിന്നെ അംഗനവാടി പോകണതല്ലേ, അപ്പോൾ നല്ലപോലെ എന്തെങ്കിലും രാവിലെ കഴിച്ച് പോയാലല്ലേ അത് ഉണ്ടാവുള്ളൂ. അവൾ ബിസ്ക്കറ്റ് ഒന്നും പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും വിശക്കില്ലേ. അംഗനവാടി പോയാലും തിന്നാൻ കുറച്ച് ബാക്കിക്കാം. അപ്പോൾ ടീച്ചർ വാരി കൊടുക്കുകയൊക്കെ ചെയ്യും. ടീച്ചറും ഹെൽപ്പറും നല്ല ആൾക്കാരത് വാരി കൊടുക്കും. അപ്പം അങ്ങനെ ഞാൻ ആ കട്ടകളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉടച്ചിട്ട് ശരിയാക്കി ഇരിക്കുന്നു. അങ്ങനെ എന്നിട്ട്
പുട്ടുണ്ടാക്കി ഞാൻ. അപ്പോൾ പുട്ടിന് പപ്പടമാണ്, കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പപ്പടമാണ് ഞാനത്. അപ്പോൾ ഏട്ടന് കറി വേണം, കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടൻ പുട്ടൊക്കെ തിന്നുള്ളൂ. അപ്പോൾ എനിക്ക് കറി വേണം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കി തരാമോ. അപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം ഉള്ളിക്കറി പറഞ്ഞിട്ട് ഏട്ടൻ ഉള്ളിക്കറി ഉണ്ടാക്കണം. അങ്ങനെ ഏട്ടൻ ഉള്ളിക്കറി ഉണ്ടാക്കട്ടോ. ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഏട്ടൻ ഉള്ളിക്കറി ഉണ്ടാക്കാൻ നിന്ന്. അപ്പോൾ ഞാൻ മോന് കൊണ്ടുപോകാൻ സ്നാക്സിന് ഇത് കക്കരിക്ക ഉപ്പും മുളകും ഇട്ടിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് സുറുക്കി ഒഴിച്ചിട്ട് കക്കരിക്ക നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവൻ്റെ സ്കൂളിലേക്ക് അങ്ങനെ പാക്കറ്റ് പലഹാരങ്ങൾ, ബേക്കറികൾ അതൊന്നും കൊടുത്തേക്കരുതെന്ന് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ രാവിലെ ചായക്ക് ഉണ്ടാക്കിയ കടി, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും, അല്ലെങ്കിൽ ഇതേപോലെ വെജിറ്റബിൾസ്, കക്കരിക്ക, ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തേക്കാനാണ് പറഞ്ഞത്. പിന്നെ ഉച്ചക്കത്തേക്ക് പപ്പടമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ ഇതൊക്കെ റെഡിയാക്കണം രാവിലത്തെ. അങ്ങനെ അവൻ്റെ ചോറിനുള്ളതും സ്നാക്സിനുള്ളതും റെഡിയാക്കിയിട്ട് ഞാനത് ബാഗിൽ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ചോറ് വെച്ച് ഉണ്ണാൻ വേണ്ടിയിട്ട് ചോറും പ്ലേറ്റ് വെച്ച് ഉണ്ണാൻ അവർക്കൊരു ടർക്കി കൊണ്ടുപോകണം. അപ്പോൾ ആ ടർക്കിയും എല്ലതും ആക്കിയിട്ട് ഞാൻ അതൊക്കെ റെഡിയാക്കി കൊടുത്തു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.